ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ലൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല തണുപ്പും നല്ല ചൂടും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അതായത് രാത്രി നല്ല തണുപ്പായിരുന്നു, രാവിലെ വെയിലിന് നല്ല ചൂടുണ്ട്, നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയുള്ള ഒരു ദിവസമാണ്. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂത്തയാൾക്ക് ശകലം അസുഖമായിരുന്നു. കോൾഡാണ്, പനിയായിരുന്നു. പനി ഏകദേശം ഒരു 100-102 വരെയൊക്കെ കയറിയായിരുന്നു. പക്ഷേ ഇന്നലെ മിഡ് നൈറ്റോടെ ഏകദേശം എല്ലാം കുറഞ്ഞു. 2 ദിവസമായിട്ട് അവന് ചെറിയ പനിയുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ലതായിട്ട് കൂടിയായിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം കുറഞ്ഞു, ആള് ഓക്കെ ആയി. രാത്രി തൊട്ട് ഞാനും വൈഫും ടേൺ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, രാത്രിയിൽ പനി കൂടുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലൊന്നും പോകേണ്ടി വന്നില്ല. ഇന്ന് കുറഞ്ഞില്ലായിരുന്നു. ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ പറഞ്ഞു വന്നത് അവൻ്റെ 18th ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് ഇവിടുത്തെ രീതികളൊക്കെ ഡിഫറെൻ്റ് ആണ്. നാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് പോലെയല്ല. ഇവിടെ 2-3 ഇതിലൊക്കെയാണ്, 2-3 സ്റ്റേജുകളായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നാളെയാണ് 19ാം തീയതി, നാളെയാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ പുറകെ വരുന്നുണ്ട്. അത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ പോകുന്ന അറിയത്തില്ല. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. പിന്നെ അപ്പോൾ ഇന്ന് അവരെ കൂട്ടുകാരെല്ലാം കൂടെ ഇന്ന് സിറ്റിയിൽ വന്നിരിക്കുകയാണ്. അവർക്കെല്ലാം ഇപ്പം ഒരു പുതിയൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പർമാൻ എന്ന് പറഞ്ഞിട്ട്. ജെയിംസ് ഗണ്ണിൻ്റെയോ മറ്റോ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സാറിന് ഇങ്ങനത്തെ മൂവികൾക്കൊന്നും വിടാറില്ല പൊതുവെ. പിന്നെ ഒരു കൂട്ടുകാരെല്ലാം കൂടി പിന്നെ 18 വയസ്സുമാണ്. അന്ന് പിന്നെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് ജിലോങ് വാട്ടർ ഫ്രണ്ട് ഈസ്റ്റേൺ ബീച്ചിലാണുള്ളത്. ഈസ്റ്റേൺ ഗാർഡൻസ് ഈ തൊട്ട് മുകളിലാണ്. കഴിഞ്ഞ ദിവസം പോയ ബൊട്ടാനിക്കൽ ഗാർഡൻസിൻ്റെ തൊട്ട് മുകളിലാണ്. താഴെ ഈസ്റ്റേൺ ബീച്ചിലാണ് ഞാനുള്ളത്. നല്ല മനോഹരമായൊരു പ്ലേസ്. എപ്പോൾ ഇവിടെ വന്നാലും ഇതിൻ്റെ മാസ്മരികത നമ്മളെ ശരിയായിട്ട് പറഞ്ഞാൽ ആകർഷിക്കുന്ന ഒരു തരത്തിലുള്ളൊരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. മാത്രമല്ല ഇന്ന് നല്ല വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് നീല കളറിലാണ് കിടക്കുന്നത്. ഞങ്ങൾ അടുത്ത കുറേ ഷോട്ടുകൾ നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് നിർത്തിയതേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരെല്ലാം ഒത്തിരി പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ്, ഇവിടെ ഒരു വെള്ളിയാഴ്ചയാണ്, രാവിലെയാണ്. അപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ആൾക്കാരെ, ഈ കൊച്ചുകുട്ടികളുണ്ടല്ലോ, അവർ വെയിൽ കൊള്ളിക്കാൻ, നമ്മുടെ നാട്ടിലാണെങ്കിൽ വെയിലത്ത് അങ്ങനെയുള്ള ഒരു പരിപാടി. ഇവിടെ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സ്ട്രോളറുകളിൽ വെച്ചിട്ട് ഇതുപോലുള്ള വെയിലത്തൊക്കെ നടക്കുകയും ഒക്കെയുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. നല്ല കാര്യമാണ്. കാരണം കുട്ടികൾക്കും കൂടുതൽ. പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് കഷ്ടം തോന്നും. ഭയങ്കര തണുപ്പുള്ളിടത്ത് അവർ ഈ തണുപ്പത്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്ട്രോളറെ തള്ളിക്കൊണ്ട് പോകുന്നതാണത്. നമുക്ക് കഷ്ടം തോന്നും. നമ്മളൊന്നും അത്ര ഇറക്കിയിട്ടില്ല, അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രഭാതവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസും നല്ല സന്തോഷമുള്ളൊരു ദിവസവും. കാരണം പനി ഇന്നലെ കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ ടെൻഷൻ കാര്യങ്ങളെല്ലാം മാറി. അതുകൊണ്ട് ഉള്ളൊരു സന്തോഷം കൂടിയുണ്ട്. സോ ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടലിനെ ചിറകെട്ടി അല്ലെ കടലിലേക്ക് ഇറക്കി പണിതിരിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഞാൻ എൻ്റെ ജിലോങ് വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ അവിടോട്ടാണ് നടക്കാനായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കാനാണ് ആദ്യം നമ്മളങ്ങോട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഇവിടെ തീരത്ത് ഒരു അപ്പനും മോനും നിന്ന് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് മെറ്റൽ വല്ലതും നഷ്ടപ്പെട്ടിട്ടുള്ളത് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഹോബിയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എൻ്റെ ഒരു സുഹൃത്തിന് ഈ പറഞ്ഞ പോലെ ഒരിക്കൽ നീന്തിയപ്പോൾ 2 പവൻ്റെ മാല നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതലും ക്യാപ്പുകളും ഈ കുപ്പിയുടെ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എന്നിരിക്കലും നല്ല വിലയുള്ള സാധനങ്ങളും ചിലപ്പോൾ കിട്ടാറുണ്ട്. ഒരപ്പനും മോനും രാവിലെ നല്ല പരിപാടിയിലാണ്. നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇവിടുത്തെ ഇന്നത്തെ ജലത്തിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് 100% ആണ്. അതായത് അടിവശം വരെ നമുക്ക് കാണാം. എന്ത് പളങ്ക് പോലെ കിടക്കുന്ന ജലമെന്നാണ്.
ചില ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഇത് കിട്ടത്തുള്ളൂ. വെള്ളത്തിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള സ്ഥലം വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ഇവിടെ മീൻ പിടിക്കരുതെന്ന് നല്ല വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഈ സ്കൂൾ അവധിക്കാലമായതുകൊണ്ട് പിള്ളേരൊക്കെ ചൂണ്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ വളരെ ലാഘവമായിട്ട് ഇവിടുത്തെ കൗൺസിലൊക്കെ കാണുന്നുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന മുഴുവൻ പിള്ളേരുടെ കയ്യിലും ഒരു ചൂണ്ട എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പോൾ ഇവിടെ സ്കൂൾ അവധിക്കാലമാണ്. ഈ തിങ്കളാഴ്ചയാണ് ഇനി രണ്ടാമത്തെ ടേമിന് വേണ്ടി മൂന്നാമത്തെ ടേമിന് വേണ്ടി സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധത്തിൽ ഇഷ്ടം പോലെ കുട്ടികൾ ഇവിടെ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മീനുകളുടെ ചാകരയാണ് ഇവിടെ ഉള്ളത്. എന്തുമാത്രം മീനുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഫിഷ് ചെയ്യാൻ പറ്റില്ലാത്തതാണ്, അതുകൊണ്ടായിരിക്കും ഇത്രയും മീനുകൾ ഇവിടെ വന്ന് കൂടിയേക്കുന്നത്. എന്ത് മീനുകളാണ് അതിൻ്റെ അണ്ടറിലുള്ളതെന്ന്. നിങ്ങൾക്ക് പറ്റൊരു കാര്യം അറിയാം, ഇതെന്ത് ക്രിയേറ്റീവായിട്ടാണ് ക്രിയാത്മകമായിട്ടാണ് ഇവരോരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നുണ്ടോ. ഇത് ഓരോ പ്ലാക്കുകളും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. 1399 ഇൻ മെമ്മറി ഓഫ്. ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫാമിലി സ്പോൺസർ ചെയ്യുന്ന രീതിയിലാണ് ഈ കാണുന്ന സകല പ്ലാക്കുകളും അവർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി അതിവിശാലമായ ഒരു കളിസ്ഥലം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ബാർബിക്യൂ പാർട്ടിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാനും ചെറിയ ചെറിയ ഹട്ടുകൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത നോർമൽ വാട്ടർ കൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂളും അവരിവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം ഫ്രീ ആണ് കേട്ടോ. നല്ല തെളിഞ്ഞ ദിവസമാണെങ്കിൽ ഇങ്ങനെ റോഡിൽ കൂടെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് തോമസ് ട്രെയിൻ എന്ന് പറഞ്ഞ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ട്രെയിനാണ്. ഇത് കയറി ജിലോങ്ങിൻ്റെ ബീച്ച് ഫ്രണ്ട് മുഴുവൻ നമുക്ക് കറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിങ്ങനെ ബാറ്ററിയിലോടുന്ന ഒരു വണ്ടിയാണ്. ഇങ്ങനെ നടപ്പാതകളിൽ കൂടി പോയിക്കൊണ്ടിരിക്കും എപ്പോഴും. കയറുന്നതിന് പൈസയുണ്ട്, $10 മറ്റാണ്. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ബിസിനസ്സാണ്. കൗൺസിൽ പക്ഷേ അംഗീകരിച്ചനുസരിച്ചുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയേറിയ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പടിക്കെട്ടുകൾ ഇവിടെയുണ്ട്. ഇതേക്കൂടെ ഇറങ്ങിയൊക്കെ വരാം. അതിൻ്റെ നടുക്കൊരു ഫൗണ്ടനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് ടോയ്ലറ്റ് ബ്ലോക്കാണ്. ടോയ്ലറ്റ് ബ്ലോക്കിൽ പക്ഷേ നടുക്കത്തെ ലൈഫ് ഗാർഡിൻ്റെ പോസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ലൈഫ് ഗാർഡ് ഓഫ് ഡ്യൂട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വളരെ ഭംഗിയേറിയ ഒരു ഹോട്ടലുണ്ട്. കഫേ സ്റ്റോറാണ്. ഇവിടെ നടക്കുന്ന ആൾക്കാർ വന്ന് കഴിക്കുന്നതാണ്. കാരണം ഇവിടെ വന്ന് ഞാനും കഴിക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കാരണം ഫുഡ് എടുക്കുന്നില്ല. അങ്ങനെ രാവിലത്തെ നടപ്പുമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വണ്ടിയിലോട്ട് കയറി. എന്ത് മനോഹരമായൊരു സ്ഥലമാണെന്നറിയാം. വയലാർ രാമവർമ്മയുടെ പഴയ ഒരു പാട്ടുണ്ട്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ആ വരികളെ ഓർപ്പിക്കുന്ന അതിനെ ആഗ്രഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത് എത്ര വീഡിയോ എടുത്താലും നമുക്ക് അല്ലെങ്കിൽ എത്ര ഇവിടെ നടന്നാലും വരാത്തൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇതിൻ്റെ മുകളിലാണ് കുറച്ച് നാൾ മുമ്പ് വരെ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഇച്ചിരി ദൂരോട്ട് മാറി, ഒരു വീടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് മാറി. അപ്പോൾ വളരെ മനോഹരമായ എത്ര അത് വർണ്ണിക്കണമെന്ന തരത്തിൽ അത്ര മനോഹരമായ ഒരു കടൽ തീരമാണ് നമുക്കിവിടെ ദൈവം കനിഞ്ഞനുകി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
ഞാൻ ഈ ഭാഗം തന്നെ ഇനിയും കൂടുതൽ വീഡിയോ എടുക്കുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതിയാവില്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ നാളെ ഒരു വീഡിയോയുമായി വരുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. See you in the next one.